ഡിജോ കാപ്പൻ നമുക്കൊപ്പം ചേരുകയാണ്, പൊതുപ്രവർത്തകൻ ശ്രീ ഡിജോ കാപ്പൻ. ഈ സംഭവം ഇതാണ്, ഇന്നലെ നടന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ തേക്കടി, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ തേക്കടിയിൽ ഒരു കടയിലെത്തിയ ഇസ്രയേലി സ്വദേശികളായ ടൂറിസ്റ്റുകളെ ആ കടയുടെ ഉടമകൾ ഇറക്കി വിട്ടു. ആ കട നടത്തിയിരുന്നത് കശ്മീർ സ്വദേശികൾ ആണ്. പക്ഷേ പ്രദേശവാസികൾ അവിടെ ഇടപെടുന്നു, തുടർന്ന് അതിൽ മാപ്പ് പറയുന്നു കടയുടമ എന്നതാണ് നടന്ന സംഭവം. യഥാർത്ഥത്തിൽ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘർഷങ്ങളും സാഹചര്യങ്ങളും എന്തു തന്നെയായാലും ടൂറിസ്റ്റുകളോട് അങ്ങേയറ്റം മാന്യമായി ഇടപെട്ട സ്ഥലമാണ് നമ്മുടേത്. യഥാർത്ഥത്തിൽ ഈ തേക്കടിയിൽ നടന്നത് ദുഃഖകരമായ ഒരു സംഭവമല്ലേ? നമുക്കിനി ഒരിക്കലും ആവർത്തിക്കരുതാത്ത ഒരു സംഭവം കൂടിയല്ലേ? താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, ഞാൻ ആദ്യമേ തന്നെ ആ തേക്കടിയിലെ അതിനകത്ത് ഇടപെട്ട തദ്ദേശവാസികളെ ഞാൻ വണങ്ങുന്നു, അല്ലെ ബഹുമാനിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ ഒരാതിഥേയ മര്യാദ അവർ കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് അത് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രയേലി ജൂതസമൂഹത്തിന് മറ്റ് ലോകരാജ്യങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു അഭയവും പ്രൊട്ടക്ഷനും നമ്മൾ കൊച്ചിക്കാർ കൊടുത്തു എന്ന് അവർ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിൽ നിന്ന് വന്ന് തേക്കടിയിൽ ബിസിനസ് ചെയ്യുന്നവരൊരു കാര്യം ഓർക്കണം. അവരും ഇതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്നവരാണ്. നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യേണ്ട എന്ന് പറഞ്ഞ് തേക്കടി പ്രദേശത്തുള്ള തദ്ദേശവാസികൾ നിങ്ങൾ ഇവിടം വിട്ടുപോകണം, കാശ്മീരിലോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടും അവർക്കുണ്ടാകാവുന്ന വേദന എത്രമാത്രം ആയിരിക്കും എന്നവർ ചിന്തിക്കേണ്ടതാണ്. എന്തായാലും അത് രമ്യമായി പരിഹരിച്ചു എന്നുള്ള വാർത്ത ഒരു നല്ല ശുഭവാർത്തയാണ്. ഇത് ഇനി കേരളത്തിൽ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ല. മാത്രമല്ല, ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നല്ല ഒരു നടപടി തന്നെ സ്വീകരിക്കണം. എന്താന്ന് വെച്ചാൽ നമ്മൾ വലിയ പരസ്യമൊക്കെ കൊടുത്തിട്ട് ദൈവത്തിന്റെ നാടാണ്, എല്ലാവരും ഇങ്ങോട്ട് വരൂ എന്ന് ഒരു വശം പരസ്യം കൊടുക്കുകയും ദൈവത്തിന്റെ നാട്ടിലോട്ട് വരുമ്പോൾ അവരെ ആട്ടിപ്പായിക്കുകയും ചെയ്യുന്ന ആ പ്രവണത ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അവരെ ഏതു തരത്തിലാണ് അവരെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് എന്നുള്ളത് അവിടുത്തെ ലോക്കൽ ബോഡീസും മറ്റ് ഭരണാധികാരികളും ആലോചിച്ച് ചെയ്യണം. എന്ന് വെച്ചിട്ട് ജമ്മു കാശ്മീരുകാരെ അവിടെ ബിസിനസ് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. അവർക്കും ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനും ബിസിനസ് ചെയ്യാനും ഒക്കെയുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്കും കൊടുക്കണം. ഡിജോ കാപ്പൻ, രണ്ട് കാര്യം കൂടി. ഒന്ന്, നമ്മൾ ഈ നയതന്ത്ര തലത്തിലുള്ള സംഘർഷവും ഇന്ത്യയുടെ നയതന്ത്ര ബന്ധവും ഒക്കെ അതൊക്കെ എന്ത് തരത്തിലായാലും ടൂറിസ്റ്റുകളോട് മാന്യമായി പെരുമാറുന്ന ഒരു രീതി ഉണ്ടാവേണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതുണ്ടായിരുന്നു, പക്ഷേ അതിന് വിരുദ്ധമായി ഉണ്ടായി എന്നതാണ് നമ്മളിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇത് നമ്മുടെ ടൂറിസം രംഗത്താണ്. ഇവിടേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്നതാണല്ലോ നമ്മുടെ ഒരു തിയറി നമ്മൾ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ടൂറിസ്റ്റ് ഇടങ്ങൾ, അത് തേക്കടി മാത്രമല്ല മറ്റിടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ജാഗ്രത കാട്ടേണ്ടതുണ്ട്. തേക്കടിയിൽ എന്തായാലും ജനങ്ങൾ മാതൃക കാട്ടി, മറ്റിടങ്ങളിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത കാട്ടണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇതിലില്ലേ? അല്ല, അതാ ഞാൻ സൂചിപ്പിച്ചത്. ഇക്കാര്യത്തിൽ ആ നാട്ടുകാർ കാണിച്ച ആ പക്വതയും അവസരത്തിനൊത്തര അവര് ഉയരുകയും ചെയ്തത് അവർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇനി നാളുകളിൽ ഇങ്ങനെ ഒരു നടപടി നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, നമുക്കറിയാം കേരളത്തില് ഇപ്പൊ കാർഷിക മേഖല എല്ലാം വളരെ തകർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയില് ഏലവും കുരുമുളകും ഒക്കെ കൃഷി ചെയ്യുന്നവിടുത്തെ കാലാവസ്ഥ മാറിയതുകൊണ്ട് ഇപ്രാവശ്യം അവിടെയാണ് ഏലക്കായെല്ലാം പൊഴിഞ്ഞു പോവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ആകെ ഇനി പിടിച്ചു നിൽക്കാവുന്നത് ഈ പറഞ്ഞതുപോലെ ടൂറിസം മേഖലയിൽ നിന്നുള്ള ഒരു വരുമാനം കൊണ്ടാണ്. ഇത് ടൂറിസം മേഖലയിലെ വരുമാനം നഷ്ടമാകുക എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു ആതിഥ്യ മര്യാദ ഒരിക്കലും ഇങ്ങനെ വിളിച്ച് കയറ്റി അല്ലെങ്കിൽ സ്വാഗതം ചെയ്തിട്ട് ആക്ഷേപിച്ചിറക്കി വിടുന്നതല്ല. ഒരുപക്ഷെ ഇസ്രായേലും പാലസ്തീനും ഒക്കെ ആയിട്ടുള്ള യുദ്ധമായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ അവർക്കൊരു പ്രകോപനം ഉണ്ടായത്. പക്ഷെ അത് മറ്റൊരു തരത്തിൽ നയതന്ത്ര തലത്തിൽ തീരുമാനിക്കേണ്ടതാണ്. അല്ലാതെ ജമ്മു കാശ്മീരിൽ കച്ചവടത്തിന് വന്നിരിക്കുന്ന കച്ചവടക്കാരല്ല അക്കാര്യത്തിൽ ഇടപെട്ട് അഭിപ്രായം പറയുകയും വികാരം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാം. വളരെ നന്ദി പ്രതികരിച്ചു ഡിജോ കാപ്പൻ. പ്രിൻസ്, എന്തായാലും അവിടെ ആ സമയത്തുള്ള ഇടപെടൽ, അതാണ് എല്ലാവരും ശ്ലാഘിക്കുന്ന കാര്യം. കാരണം അതിന് പ്രദേശവാസികൾ കൂടി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ അത് വളരെ മോശകരമായ, അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യം ഉണ്ടാക്കിയേനെ. എന്തായാലും അത് ഉണ്ടായില്ല. ഈ മടങ്ങിപ്പോയ ടൂറിസ്റ്റ്